പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ മോട്ടിവേഷൻ നൽകുന്ന ഈ വചനം, പ്രത്യേകിച്ച് ഈ അധ്യായം നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ദിവസവും പല പല പ്രശ്നങ്ങൾ കടന്നു വരും. നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും കുടുംബത്തിലും അതുപോലെ പഠന മേഖലയിൽ, അങ്ങനെ നമ്മൾ ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ വളരെ ശക്തരായ ആളുകൾ പോലും ക്ഷീണിക്കുന്നു, തളരുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ചിലപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീഴുന്നുണ്ട്. പക്ഷേ അവർ ശക്തി പ്രാപിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കഴുകനെ പോലെ ആ പ്രശ്നത്തിന് മുകളിലേക്ക് ചിറകടിച്ചുയർന്ന് അതിനെ കീഴടക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തില് ആശ്രയിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ ഒന്നുമല്ല, നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവം ഇതുവരെ നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും അതിരാവിലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട്, സാധിക്കുമെങ്കിൽ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചുകൊണ്ട്, അതുപോലെ കൂദാശകളുടെ കടന്നുപോയിക്കൊണ്ട്, അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ജീവിക്കുന്നവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ആമേൻ.